മുഹമ്മദ് നബിക്കും മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഇവിടുത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആരാണോ പടച്ചു പരിപാലിച്ചത് അവനെ ആരാധിക്കണമെന്ന് എത്ര സുന്ദരമായ ഒരു തത്വമാണ്. ഈ ഇവിടെ ആരാധിക്കപ്പെടുന്ന എല്ലാ മഹാത്മാക്കൾക്കും പുണ്യമരങ്ങൾക്കും പുണ്യം കൽപ്പിക്കപ്പെടുന്ന വ്യക്തികൾക്കും മുമ്പ് ഈ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു, ആകാശമുണ്ടായിരുന്നു, സൂര്യനുണ്ടായിരുന്നു, ചന്ദ്രനുണ്ടായിരുന്നു, ശ്രീരാമനും ശ്രീകൃഷ്ണനും മുമ്പുണ്ടായിരുന്നു, യേശുക്രിസ്തുവിനും അതല്ലെങ്കിൽ മറ്റു ഏതൊക്കെ പേരിൽ ആളുകൾ ആരാധിക്കപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ മുമ്പ് ഈ പ്രപഞ്ചമുണ്ടായിരുന്നു. ഇവിടെ മഴ പെയ്തിരുന്നു, ഇവിടെ സസ്യലതാദികൾ ഉണ്ടായിരുന്നു, ഇവിടെ ഈ സംവിധാനങ്ങൾ കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ ഭ്രമണപഥത്തിൽ അവയുടെ ഭ്രമണപഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ നക്ഷത്രവും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒരൽപ്പം പോലും സ്ഥാനചലനം സംഭവിക്കാതെ കൂട്ടിമുട്ടാതെ തകർന്നു പോകാതെ അതിന്റെ കൃത്യമായ വ്യവസ്ഥിതിയിൽ ഇവിടെ നിലനിന്നിരുന്നു. ആരാണോ അതിനെ പടച്ചത്, ആരാണോ അതിനെ നിയന്ത്രിക്കുന്നത്, ആരാണോ അതിനെ പരിപാലിക്കുന്നത് അവനെ ആരാധിക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ തത്വം എന്നുള്ളത്, ആ ആരാധനക്കർഹൻ അവനാണ് എന്ന ആശയം ആർക്കും അംഗീകരിക്കാവുന്ന, കേവല മനുഷ്യന്റെ കേവല ബുദ്ധിക്ക് യാതൊരുവിധ തർക്കവുമില്ലാതെ അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരാശയത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്.